നമ്മുടെ സ്കോളർഷിപ്പ് സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് AICTE നൽകുന്ന സോനത്ത് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ പഠനത്തിന്റെ സർട്ടിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് AICTE എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഈ ബോഡിയാണ് സോനത്ത് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് നൽകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്വാനത്ത് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ നാട്ടിലുള്ള 4 വിഭാഗം ആളുകൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രധാനമായിട്ടും നൽകുന്നത്. ഏതൊക്കെയാണ് ആ 4 വിഭാഗങ്ങൾ എന്നുള്ളതാണ് നമ്മള് ആദ്യമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അനാഥരായിട്ടുള്ള കുട്ടികൾ എന്നുള്ളതാണ്. സാധാരണ നമ്മളൊക്കെ നാട്ടില് അനാഥർ അല്ലെങ്കിൽ യതീം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപ്പ മരണപ്പെട്ടിട്ടുള്ള കുട്ടിയാണ് നമ്മൾ സാധാരണ പറയാറ്. എന്നാൽ AICTEയുടെ റൂള് പ്രകാരം ഈ സ്കോളർഷിപ്പിന് അർഹത നേടണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോ അച്ഛനും അമ്മയും മരണപ്പെട്ട കുട്ടികൾക്കാണ് ഒന്ന് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും അല്ലാത്ത രംഗത്താണെങ്കിലും നമ്മുടെ ഒരു ലൈഫിലേക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. COVID-19 മൂലം മരണപ്പെട്ടിട്ടുള്ള രക്ഷിതാക്കൾ, അതായത് ഒന്നെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ്, ഏതെങ്കിലും ഒരാൾ COVID-19 ബാധിച്ച് ആ കാരണത്താൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും എന്ത് ചെയ്യാം, ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച അല്ലെങ്കിൽ രക്തസാക്ഷികളായി യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുള്ള, രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടിട്ടുള്ള സേനാംഗങ്ങളുടെ സെൻട്രൽ പാരാമിലിറ്ററിയിലുള്ള ആളുകളുടെ മക്കളാവുക എന്നുള്ളതാണ് മൂന്നാമത്തത് എന്ന് പറയുന്നത്. നാലാമത്തത് മാതാപിതാക്കൾ ജീവന് ഭീഷണിയായിട്ട് രോഗബാധിതരായവരുണ്ട്. അതായത് ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി 80% മുകളിൽ വൈകല്യം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെ മക്കൾക്കാണ് നാലാമത് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പൊ ഈ 4 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ ഈ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഒരു വർഷത്തിൽ 50,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് നമുക്ക് ലഭിക്കുക. അപ്പൊ ഡിഗ്രി പഠിക്കുന്ന 1000 ആളുകളും ഡിപ്ലോമ പഠിക്കുന്ന 1000 ആളുകളെയാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. AICTE അപ്രൂവ് ചെയ്തിട്ടുള്ള, AICTE അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയൂ. 1-ാം വർഷമായാലും 2-ാം വർഷമായാലും 3-ാം വർഷമായാലും 4-ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഇപ്പൊ 1-ാം വർഷം അപേക്ഷിച്ച കുട്ടിക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തുടർന്നുള്ള 4 വർഷം, ഡിഗ്രി ആണെങ്കിൽ 4 വർഷം, ഡിപ്ലോമ ആണെങ്കിൽ തുടർന്നുള്ള 3 വർഷം സ്കോളർഷിപ്പ് കിട്ടും. അതിന് വേണ്ടത് വെച്ചാൽ റിന്യൂവൽ ചെയ്യാൻ വേണം. പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കരുത്, റിന്യൂവൽ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കിട്ടും. രണ്ടാമത്തെ വർഷം അപേക്ഷിക്കുന്ന കുട്ടിയാണെങ്കിലോ ബാക്കി 3 വർഷവും, ഡിപ്ലോമ ആണെങ്കിൽ ബാക്കി 1 വർഷം, ടോട്ടൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, ഇങ്ങനെയാണ് സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത്. അപ്പോ 1-ാം വർഷം പഠിക്കുന്ന കുട്ടിക്കും 2-ാം വർഷം പഠിക്കുന്ന കുട്ടിക്കും 3-ാം വർഷം പഠിക്കുന്ന കുട്ടിക്കും 4-ാം വർഷം പഠിക്കുന്ന കുട്ടിക്കും അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം എല്ലാ സ്രോതസ്സിൽ നിന്നും 8 ലക്ഷം രൂപയിൽ താഴെയാവണം. ഇത് പറയുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത് കുട്ടിയുടെ പേരിലാണോ വേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിന്റെ വാർഷിക വരുമാനമാണ് ചോദിച്ചത്. അപ്പൊ കുടുംബനാഥന്റെ പേരിലായിരിക്കണം ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ 8 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക, സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോ 4 കാറ്റഗറിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ള AICTE അംഗീകൃത കോളേജുകളിൽ ഡിഗ്രി, അതായത് ബിടെക് പോലെയുള്ള ഡിഗ്രി പഠിക്കുന്ന കുട്ടികള്, അതുപോലെ തന്നെ ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾ, ഇത്തരം കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. ഓർഫൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്മയുടെയും അച്ഛന്റെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് നിർബന്ധമാണ്. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും മതി എന്നതാണ്. പിന്നെ വേണ്ടത് SSLCയുടെ സർട്ടിഫിക്കറ്റ് വേണം, +2 സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ആണെങ്കിൽ ST ആണെങ്കിൽ OBC ആണെങ്കിൽ ഏത് കാസ്റ്റ് ആണോ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി വേണം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആവശ്യമായിട്ട്. അതുപോലെ തന്നെ എന്ത് വേണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് സമർപ്പിക്കുന്ന ബൊണാഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം. അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും,
AICTEയുടെ ഈ ഒരു സ്കോളർഷിപ്പിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതിന്റെ ഫോർമാറ്റ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന് പ്രിൻസിപ്പാളെ കൊണ്ടുവന്ന് സൈൻ ചെയ്യിപ്പിക്കണമെന്നുള്ളതാണ്. ഈ COVID-19 മുഖാന്തരം മരണപ്പെട്ടതാണെങ്കിൽ അവിടെ ഒരു ക്രൈറ്റീരിയ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും കോമൺ ആണ്. അതിന് പുറമെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഡെത്തിന്റെ കാരണം COVID-19 ആണ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനത്തെ ഡെത്ത് സർട്ടിഫിക്കറ്റിലെ കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇനി നേരെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിന് വേണ്ടി ധീരമായിട്ട് ബലിയർപ്പിച്ച ഷഹീദായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതെന്ത് ചെയ്യണം? ആർമഡ് ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് നൽകുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതിന്റെ കൂടെ എന്തും കൂടി വേണം, ഈ വർഷം നമ്മുടെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് 8 ലക്ഷം രൂപയിൽ താഴെയാണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ കൂടെ വെക്കണം എന്നുള്ളത്. നാലാമത്തെ ഒരു കാറ്റഗറി പറഞ്ഞു, വലിയ പ്രയാസമുള്ള 80% കൂടുതൽ വൈകല്യമൊക്കെ ഉള്ള അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കൾ അവരെന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കൂടെ എന്ത് വേണം, ഇതിനെ സാധൂകരിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇനി ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കണം. അതുപോലെ തന്നെ 80% മുകളിൽ വൈകല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് നൽകുന്ന വൈകല്യമുള്ള ആളുകൾക്ക് നൽകുന്ന ID കാർഡോ അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മള് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറയുമ്പോൾ www.scholarship.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിഞ്ഞോളന്നില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ ഡോട്ട്സ് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കീംസ് ഓൺ NSP എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും AICTE, അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും സോനൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നേരിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അപ്ലിക്കേഷൻസ് NSPയുടെ പോർട്ടലിനകത്ത് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. ആവശ്യമായ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഓർ DTE വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ സ്കോളർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 1000 ആളുകൾക്ക് ഡിപ്ലോമയിൽ നിന്നും 1000 ആളുകൾക്ക് ഡിഗ്രിയിൽ നിന്നും കൊടുക്കുക. അപ്പൊ കുറെ അപേക്ഷകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അപേക്ഷകൾ അവിടെ സോർട്ട് ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ ക്രൈറ്റീരിയക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ പരിശോധിക്കും. ഈ മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഈക്വൽ ആയിട്ട് വരുന്ന ആളുകൾ 1000-ലധികം ആളുകൾ ഉണ്ട് എങ്കിൽ, യോഗ്യത അർഹതപ്പെട്ട ആളുകൾ 1000-ലധികം ഉണ്ട് എങ്കിൽ ആദ്യത്തെ ക്രൈറ്റീരിയ അവർ വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാർക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷ പരീക്ഷയിൽ നമ്മൾ നേടിയിട്ടുള്ള മാർക്ക് എത്ര ശതമാനമാണ് നോക്കും. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആളുകളെയാണ് പരിഗണിക്കുക. അവിടെയും ഈക്വലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ പരിഗണിക്കുക എന്ന് പറയുന്നത് ഏജ് ആണ്. ആ ഏജ് ഏറ്റവും കുറഞ്ഞ ഏജിലുള്ള ആളുകൾക്ക് കൂടുതൽ പരിഗണന കിട്ടും. രണ്ടാമത്തെ ക്രൈറ്റീരിയ അവിടെ വരുന്നത് മാർക്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഏജ് ആണ് നമ്മുടെ അവിടെ എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്ന് പറയുന്നത്. വയസ്സും തുല്യമായി കഴിഞ്ഞാൽ അവിടെ വീണ്ടും പരിഗണിക്കുക ഫാമിലിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനമാണ്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഏറ്റവും കുറവുള്ള ആളുകൾ ആദ്യം പരിഗണിക്കും. പിന്നീട് വാർഷിക വരുമാനം കൂടുതലുള്ള ആളുകൾ പരിഗണിക്കും. അപ്പൊ ഈ രീതിയിലാണ് AICTE നൽകുന്ന സോനൽ സ്കോളർഷിപ്പിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടികളുണ്ട്, അവരെന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടികൾ പുതിയ അപേക്ഷ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ പുതുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അപേക്ഷ റിന്യൂവൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ റിന്യൂവൽ ചെയ്യുന്ന പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അടുത്ത വർഷം നമുക്ക് ആ സ്കോളർഷിപ്പ് നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. പുതിയ അപേക്ഷ കൊടുക്കുന്നതിന് പകരം കിട്ടിയ ആളുകൾ റിന്യൂവൽ ചെയ്യുകയാണ് വേണ്ടത്. ഈ തരത്തിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപേക്ഷിക്കേണ്ടത്. ഈ സ്കോളർഷിപ്പ് പോലെയുള്ള തുടർന്ന് ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യും, കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങൾ വരും. കൃത്യമായിട്ട് സ്കോളർഷിപ്പിന്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് വേണം, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ഈ ഒരു സ്കോളർഷിപ്പുകൾ മാറട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം.